വ്യാപക മഴയിൽ കാസർഗോഡ് വലിയ രീതിയിൽ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേശ്വരത്തെ ഹൊസങ്കടിയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം. ഇവിടെ ഒരു പള്ളിയുണ്ട്, വുമൻസ് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ സമീപങ്ങളിൽ ഏകദേശം 50ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇതെല്ലാം വെള്ളത്തിലാണ് എന്നുള്ളതാണ്. ഇന്നലെ പെയ്ത മഴയിൽ, ഇന്ന് രാവിലെയോടെ പെയ്ത കനത്ത മഴയിലാണ് ഇത്തരത്തിൽ വെള്ളം ഇവിടെ കയറാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ ഈ ഒരു സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ജനറേറ്റർ അടക്കം ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതിൽ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. എന്തായാലും ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. നമുക്കറിയാം, ഈ ഒരു ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം. എന്റെ കാലിലൊക്കെ ഏകദേശം രോഷിനി കാണുന്നുണ്ടല്ലോ, എന്റെ കാലിലൊക്കെ ഏകദേശം മുട്ട് വരെ അല്ലെങ്കിൽ മുട്ട് താഴെ വരെ ഇപ്പോൾ വെള്ളം കയറിയ അവസ്ഥയാണ്. കാരണം അത്രത്തോളം ഇവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനങ്ങളിലുള്ള വുമൻസ് കോളേജ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അതറിയാം നമുക്ക്. അതുപോലെ തന്നെ എന്നാൽ ഈ ഒരു പള്ളിയിലുള്ള ആളുകൾ, അതുപോലെ തന്നെ മദ്രസയിലുള്ള ആളുകൾ എല്ലാം തന്നെ ആശങ്കയിലാണ്. കാരണം ഇത്രത്തോളം വെള്ളം കയറുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ, അതുപോലെ തന്നെ ആശങ്കയിലാണ് ഇവരെല്ലാം തന്നെ ഉള്ളത്. നമുക്ക് ഈ ഒരു വെള്ളം എത്രത്തോളം വെള്ളം ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായി തന്നെ കാണാം. അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. അത്തരത്തിൽ ആ സ്റ്റേജ് അടക്കം അതിന്റെ സാമഗ്രികളടക്കം താറുമാറായി പോകുന്ന ഒരു അവസ്ഥയിലാണ് ഒരു പള്ളി. ഒപ്പം തന്നെ ഈ ഒരു 50ഓളം വീടുകളാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശങ്ങളിലായി ഉള്ളത്. ഈ ഒരു പ്രദേശത്തെ 50ഓളം വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. ചേട്ടാ, ഇതിപ്പോ എങ്ങനെയാണ്? മഴയൊക്കെ നന്നായിട്ട് മഞ്ചേശ്വരം ഭാഗത്തെ ബാധിച്ചില്ലേ? ഇന്നലെ രാത്രി മുതൽ നിർത്താതെ വരുന്ന മഴയത്താണ് ഇത്രയും അധികം വെള്ളം ഇവിടെ കയറിയത്. പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്താണ് ഈ മദ്ഹർ എന്ന് പറയുന്ന ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. 1500ഓളം വിദ്യാർത്ഥികൾ ഇവിടെ സ്ഥിരമായി താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഇവിടെ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്തായാലും ഉടനടി ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആവശ്യം. ജനറേറ്റർ അടക്കം നശിച്ചു പോകുന്നൊരു കാലാവസ്ഥയായിരിക്കും. ജനറേറ്റർ മാത്രമല്ല, ജനറേറ്ററിന് 3 ജനറേറ്ററാണ് നഷ്ടപ്പെടുന്നത്. അതിൽ തന്നെ 10-12 ലക്ഷം റുപ്യ നഷ്ടം. അതിനടുത്ത് ഇന്ന് സ്കൂൾ സ്റ്റാർട്ടാകുന്നതുകൊണ്ട് ഒരുപാട് ബുക്കുകൾ, ഒരു 6-6.5 ലക്ഷം റുപ്യ വരെയുള്ള ബുക്കുകൾ കൊണ്ടുവന്നിട്ട് അതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കതും തീർച്ചയായിട്ടും വലിയ നഷ്ടമാണ്. അത് മാത്രമല്ലാതെ നമുക്ക് ജൂൺ 19, 20, 21, 22 സിൽവർ ജൂബിലി നടക്കുകയാണ്. മദ്ഹറിലെ സ്ഥാപനയുടെ സിൽവർ ജൂബിലി നടക്കുകയാണ്. അതിനോടൊപ്പം തങ്ങൾ ഉസ്താദിൻ്റെ ഉറൂസും ആ 4 ദിവസങ്ങളായി തങ്ങൾ ഉസ്താദിൻ്റെ 10ാം ഉറൂസും അതിനോടൊപ്പം നടക്കുകയാണ്. അത് എങ്ങനെ നടത്തും എന്ന് പറയുന്ന ഒരു ആശങ്കയിലാണ് നമ്മളെല്ലാവരും. കഴിഞ്ഞ വർഷങ്ങളെല്ലാം വെള്ളം കയറിയ സാഹചര്യമായിരുന്നു. കഴിഞ്ഞ വർഷം വെള്ളം കയറിയിരുന്നു. ഇതുപോലെയുള്ള നഷ്ടങ്ങളുണ്ടായിന്. ഇപ്പം ഈ കൊല്ലം സഹിക്കാൻ കഴിയാത്ത നഷ്ടങ്ങളാണ്. ആരടുത്ത് എങ്ങനെ പറയേണ്ടതാണ്, ഇങ്ങനെ ഏത് രീതിയിലാണ് പരിഹാരം കേൾക്കേണ്ടതെന്ന് അറിയാത്ത ഒരു ആശങ്കയിലാണ് നമ്മൾ. ഇവിടെ അടുത്തുള്ള വീടുകളെല്ലാം തന്നെ വെള്ളത്തിലാണ്. 50ഓളം വീടുകൾ വെള്ളത്തിലാണ്. ഇതിന്റെ പരിസരത്തായിട്ട് 50ഓളം വീടുകളുണ്ട്. അതെല്ലാം വെള്ളത്തിലാണുള്ളത്. ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇനി ഇത് എല്ലാ വർഷവും ഇങ്ങനെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഹൈവേയുടെ വേണ്ടത്ര ഒരു ഡ്രെയിനേജർ സൗകര്യം ഇല്ലാത്തൊരു സിസ്റ്റമിലാണ് ഈ ഹൈവേൻ്റെ പ്രവർത്തനം വന്നത്. അതൊക്കെ ഈ വെള്ളക്കെട്ടിന് ഒരു വലിയ കാരണമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ശാശ്വതമായൊരു പരിഹാരം ഇതിന് അതിരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഉണ്ടാകണം. സ്ഥാപനമാവുന്ന സമയത്ത് കമ്പ്യൂട്ടർ അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക് വസ്തുക്കൾ ഉണ്ടാവും. അതടക്കം ഒരു താറുമാറാവുന്ന അവസ്ഥയാണ്. കമ്പ്യൂട്ടറുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടം കമ്പ്യൂട്ടർ. ഈ കാണുന്ന മൊത്തം ബിൽഡിങ്ങിൽ മൊത്തം കമ്പ്യൂട്ടറാണ്. സ്റ്റുഡൻസിന് കൊടുക്കുന്ന കമ്പ്യൂട്ടർ അതെല്ലാം ഒറ്റ അടിക്കാണ്. 5 മണി രാത്രിയിലാണ് ഇത് കയറി വരുന്നത്. ആ കയറി വരുന്ന ഇതൊന്ന് എടുത്ത് പൊക്കി വെക്കാനുള്ള സൗകര്യത്തിനോ അതിനുള്ള സമയങ്ങളോ നമുക്ക് ഒരുക്കി കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് പുഴകളാണ്. ഈ പുഴയിൽ മണലെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ പുഴ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. ഈ പുഴയെ താഴ്ത്തി കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ പഞ്ചായത്തിലും കൊടുത്തിട്ടുണ്ട്. അന്ന് കലക്ടർ അടക്കം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതിൻ്റെ നമ്മൾ ഇടപെടാൻ പറയും മണൽ മാഫിയൊക്കെ കൂട്ടി നിൽക്കുന്നതെന്ന്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഇടഭാഗത്ത് വരുന്നത്, നമ്മുടെ പള്ളിയുടെ ഇടഭാഗത്ത് വരുന്നത് ഒരു പുഴ, വലിയൊരു പുഴയാണ്. അതും കൂടി ഒന്ന് താത്തി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തിന് കുറച്ചും കൂടി ഹെൽപ്പാവെന്ന് പറയുന്ന ഒരു ആഗ്രഹം നമ്മുടെ അടുത്തുള്ളത്. സംവിധാനം ആവശ്യമാണ്. തീർച്ചയായിട്ടും ഡ്രെയിനേജ് സംവിധാനം നിർബന്ധമായിട്ടും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഹൈവേയുടെ വർക്ക് വന്നതിൻ്റെ ശേഷം 4 പാലം പുതിയതായിട്ട് ഇവിടെ വന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴയാണ് മഞ്ചേശ്വരം പുഴ. 4 പാലത്തിൻ്റെ പില്ലറുകൾ വന്നതോടുകൂടെ വെള്ളത്തിന് കാര്യമായ തടസ്സം നേരിട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം അധികൃതരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്.
രോഷ്നി, അത് തന്നെയാണ്. ഹൊസൻകുടിയിലുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പൊ ആശങ്കയിലാണ്. കാരണം ഇത്രത്തോളം വെള്ളം ഇവിടേക്ക് പതിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ വിശ്വാസം വരില്ല. കാരണം ഇന്നലെ രാത്രി സമയങ്ങൾ ഒന്നും ഉണ്ടാറില്ല. കാരണം ഇന്നലെ രാത്രിയോടെ പെയ്ത മഴയിലാണ് ഇത്തരത്തിലെല്ലാം നാശനഷ്ടങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നശിച്ചു പോയത്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് കാണാം. ഒരുപാട് സംഘടനകളെല്ലാം ഇവിടെ തന്നെയുണ്ട്. അവരെല്ലാവരും കാര്യങ്ങൾ നിരീക്ഷിക്കാനും ഒപ്പം തന്നെ എന്ത് വേണം എന്നുള്ള തീരുമാനമെടുക്കാനൊക്കെ തന്നെയാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളതും. ഒപ്പം തന്നെ MLA അടക്കം ഈ ഒരു സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അത്തരത്തിൽ ഇനി എന്ത് വേണം, മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് ഇനിയിപ്പോ ഇവിടെയുള്ള ആളുകളുടെ എല്ലാം തീരുമാനവും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.